മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഹീറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് പോലുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ വി കാർഡിൻ്റെ ആണ് വാങ്ങിയിരിക്കുന്നത്. 3 ലിറ്റർ 2 വർഷത്തെ വാറൻറ്റിയോട് കൂടിയിട്ടുള്ളതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇപ്പുറ സൈഡിൽ അതിൻ്റെ വാട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, 3 kW ആണ് വരുന്നത്. 3000 വാട്ട്സ് ഉണ്ട്, 230 വോൾട്ട്, 5340 എന്നാണ്. പക്ഷേ അതിൽ കുറച്ച് നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ കൂടുതലിപ്പോൾ നൈലോൺ ട്യൂബ് ഒന്നും വരുന്നില്ല. പൊട്ടിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. നൈലോൺ ട്യൂബൊക്കെ നമ്മൾ വേറെ വാങ്ങണം. അപ്പോൾ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കവറൊന്ന് അഴിച്ച് നോക്കാം. വാറണ്ടി കാര്യങ്ങളെല്ലാം ഇതിലുണ്ടായിരിക്കുന്നതാണ്. വാറണ്ടി കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായിട്ടുള്ള ബാത്റൂമിൽ ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഇന്ന് കൊടുക്കാനുള്ളതും ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് എവിടെയാണ് ഔട്ട് എവിടെയാണെന്ന് കറക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ കൈ പിടിച്ചിട്ടുള്ള ഔട്ട്ലെറ്റാണ്. മറ്റേത് ഇൻലെറ്റിലേക്ക് നമ്മൾ പച്ചവെള്ളം കയറ്റി വിടാനുള്ള ഇൻകമിങ് കൊടുക്കുക. ഔട്ട്ലെറ്റിന് എഴുതിയേക്കുന്ന നമ്മൾ ഔട്ട് എടുക്കാവുന്നതാണ്, ചൂടുവെള്ളം എടുക്കാവുന്നതാണ്. പിന്നെ ഈ 3 സ്ക്രൂ ആണ് നമുക്ക് അടിച്ചു വെക്കേണ്ടത്. ഈ കാറ്റലോഗിൻ്റെ കൂടത്തിൽ തന്നെ ആ സ്ക്രൂ അടിക്കാനുള്ള ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രം നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് അതിൽ നല്ല സ്ക്രൂ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. 3 ലിറ്റർ ആയതുകൊണ്ടുള്ള വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ നൈലോൺ ട്യൂബ് കണക്ഷനൊക്കെ നമ്മൾ കൊടുക്കുക. ഹോട്ട് വാട്ടറും അതൊന്ന് മാറി പോകേണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അത് നോക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലംബിംഗ് ആണ് നമ്മൾ ചെയ്ത്. ഒറ്റൊരു ടാപ്പിലേക്കാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് 3 ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടി നമ്മളൊരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് കാണാം പവർ പ്ലഗിൻ്റെ കണക്ഷൻ. ഒരു 16 ആംപിയർ കപ്പാസിറ്റി ഉള്ള ഒരു പവർ പ്ലഗ് നമ്മൾ ഇതിന് കൊണ്ടുവരണം. അതിലേക്ക് പിന്നെ നമ്മൾ കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Thank you.